പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതവും ദിവസവും കൂടി നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ നന്ദിയും സ്നേഹവും കൊണ്ട് നമ്മുടെ ഹൃദയം നിറയേണ്ടതാണ്. എല്ലാ ദിവസവും ആരോഗ്യവും ആയുസ്സും നൽകി ദൈവം നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടുന്ന ആഹാരവും വസ്ത്രവും എല്ലാം ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെ എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ട് അനുഗ്രഹമായിട്ട് കാണുന്നതിന് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവോടെയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ നന്ദിയുടെ വികാരങ്ങൾ പുറപ്പെടുന്നതും. യെരമ്യാ പ്രവാചകൻ്റെ പ്രവചനം 29-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല എന്ന്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അങ്ങനെ നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടും അപേക്ഷിക്കാം. അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി നിമിഷങ്ങളെയും തരണം ചെയ്ത് ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമുക്ക് യുദ്ധത്തിലും യുദ്ധത്തിൻ്റെ ഭീതിയിലും കഴിയുന്ന എല്ലാ ജനതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധം മൂലം വീട് നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, വേദനയുടെ കടന്നു പോകുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. അവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ശാന്തിയും സമാധാനവും അവരായിരിക്കുന്ന ഇടങ്ങളിലും അവരുടെ ജീവിതത്തിലും നിറയ്ക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ശരിയായ വിധത്തിൽ
ഗ്രഹിക്കാൻ സാധിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആദിമ ശിഷ്യന്മാരിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നപ്പോഴാണ് അവർക്ക് വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കുന്നതിന് സാധിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആത്മാവിൻ്റെ നിറവിനാൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കണമേ എന്ന് നമുക്കിപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ടുള്ള അന്ധതയെക്കുറിച്ചാണ് ഈശോ ഈ അന്ധനായ മനുഷ്യൻ്റെ ഉപമയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ജന്മന അന്ധനായിട്ടുള്ള ഈ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് പലർക്കും മനസ്സിലാകുന്നതിന് സാധിച്ചില്ല. ആ സുഖപ്പെടുത്തലിനെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചത് യേശുവാണ്. അവനെ സുഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ നശിപ്പിക്കാനായിട്ട്, തകർക്കാനായിട്ടാണ് ഈ ഫരിസേയർ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രമാണികൾ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ ആത്മീയമായിട്ടുള്ള അന്ധതയെ ഈശോ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഒരിക്കൽ ഒരു ചെറിയ കഥ വായിച്ചത് ഓർത്തു പോവുകയാണ്. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. ആ കപ്പലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് ഒരു ദ്വീപിൽ ചെന്ന് കയറി. ആ ദ്വീപിൽ വേറെ ആരുമില്ലായിരുന്നു, അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ ഈ ദ്വീപിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. പക്ഷേ രക്ഷിക്കാനായിട്ട് ആരും വന്നില്ല. അയാളങ്ങനെ അവിടെ ഒരു ചെറിയ കുടിലൊക്കെ കെട്ടി താമസിച്ചു കൊണ്ടിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷണം ശേഖരിക്കാനായിട്ട് പുറത്തു പോയപ്പോൾ ഈ കുടിലിന് തീ പിടിച്ച് അത് കത്തി നശിച്ചു. അത് കണ്ട അയാൾക്ക് വീണ്ടും വളരെ ദേഷ്യവും സങ്കടവുമൊക്കെയായി, എൻ്റെ ദൈവം, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത്, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്ന് ദൈവത്തോട് പരാതി പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം വലിയ ഒരു കപ്പൽ അവിടെ തീരത്ത് അടിഞ്ഞു. അവർ പറഞ്ഞു, ഈ ദ്വീപിൽ നിന്നും ഉയരുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വരാനായിട്ട് ഇടയായത്. പുക കണ്ടപ്പോൾ ഇവിടെ ആൾതാമസമുണ്ട് എന്ന് കരുതിയാണ് ഞങ്ങളിവിടെ വന്നത് എന്ന്. അങ്ങനെ വന്ന് ഈ മനുഷ്യനെ അവർ ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ കാണുന്നതെല്ലാം സത്യമൊന്നുമല്ല. ചില ദുരന്തങ്ങൾ നമ്മൾ കരുതുന്നത് പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതല്ല, മറിച്ച് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു മാർഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങളെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഈ അന്ധനായ മനുഷ്യന് അവൻ്റെ അന്ധതയിലൂടെയാണ്
ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടുന്നതിന് ഇടയാകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിന് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെയും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ പലപ്പോഴും നമ്മെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിനും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനുള്ള അവസരങ്ങളാക്കി മാറ്റിത്തരും എന്ന് നമുക്ക് വിശ്വസിക്കുന്നതിനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ കണ്ടെത്തുന്നതിനായിട്ട് ഇവൻ്റെ അന്ധത അവൻ്റെ ജീവിതത്തിൽ അവന് സഹായകരമായിട്ട് മാറുകയാണ്. യേശുവാണ് അവനെ സുഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഫരിസയർ അവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. നീ അവനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്നൊരു മറുചോദ്യം അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ നമുക്ക് കണ്ടെത്തുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങളൊക്കെ തീർക്കും എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ 39-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ കാഴ്ചയുള്ളവർ കാണാതിരിക്കാനും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് അഹങ്കരിച്ചിരുന്ന ആ ഫരിസേയർക്ക് യേശുവിനെ തിരിച്ചറിയുന്നതിന് അവരുടെ ജീവിതത്തിൽ സാധിച്ചില്ല. അവരുടെ അറിവാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ധതയായിട്ട് അവരുടെ ജീവിതത്തിൽ മാറിയത്. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരം നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. എല്ലാം അറിയാമെന്ന ഒരു ചിന്ത, ഒരു ഭാവം നമുക്കുണ്ടെങ്കിൽ പിന്നെ അറിയാനായിട്ടുള്ള താല്പര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകും. അതിൻ്റെ ഫലമായിട്ട് വിലയേറിയ പല അറിവുകളും കാഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ഫരിസേയർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവ് പ്രതിസന്ധികളിൽ പ്രകാശമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം പ്രകാശമായിട്ട് വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാര്യങ്ങളെ കാണുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്, പല വെളിപ്പെടുത്തലുകളെയും ഗ്രഹിക്കാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ പുറമേ കാണുന്നതിന് ഉപരിയായിട്ട് ഓരോ സംഭവത്തിന് പിന്നിലുമുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ തിരിച്ചറിയുന്നതിനായിട്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണ് വേണം എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അന്ധനായ മനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും നമുക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നമ്മെ നയിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ നേർവഴിയിലൂടെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ.
പ്രിയപ്പെട്ടവർ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അവസാനം വരെ പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ ചാനലിന് വേണ്ടിയും ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പ്രതിസന്ധികളിലൂടെയും വിഷമതകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്കിപ്പോൾ ഓർക്കാം. അവരുടെ ആ നിയോഗങ്ങളോടൊപ്പം അവരെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ചുറ്റിലും സമൂഹത്തിലും ഭവനങ്ങളിലുമെല്ലാം നിരാശയിലും ഡിപ്രഷനിലുമൊക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. മക്കളെക്കുറിച്ച് വേദനയും ദുഃഖവും സങ്കടവുമായിട്ട് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. മക്കൾ നോക്കാത്തതിൻ്റെ പേരിൽ വാർദ്ധക്യത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗികളായിട്ട് കഴിയുന്ന ധാരാളം പേരുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് കരങ്ങൾ ഉയർന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങളുടെ പ്രാർത്ഥന അർഹിക്കുന്ന എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വേദനകളിലൂടെ ദുഃഖങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം, പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. തിരുവോസ്തിരൂപൻ നാവിലലിയും നേരമിതിൽ ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യരായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യനായി മാറിടുമീ നിമിഷം. സ്നേഹക്കുദാശയെന്നിൽ ചൊരിയണമേ, ജീവൻ നൽകുന്ന സ്നേഹം പകരേണമേ. നിന്റെ മാറിൽ നിന്നു മുഴുകുന്ന സ്നേഹം.
ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം പെസഹ തിരുനാളിൻ ഓർമ്മദിനം. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും, നിൻ മാംസരക്തങ്ങളായി തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും. ഈശോ എന്നിൽ വന്നു നീ വാഴേണമേ, എൻ്റെ ജീവിതം നിനക്കായി നൽകാം. അൾത്താരയിൽ നിന്നിറങ്ങി വന്നിന്നെൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം പെസഹ തിരുനാളിൻ ഓർമ്മദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ശിരസിപ്പോഴും നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രഭാതത്തിലും ഈ ദിവസം മുഴുവനിലും നിങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നോടൊപ്പം ഈ പ്രഭാത വിരുന്നിൽ ഇപ്പോൾ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ഈ ദിവസം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.